അങ്ങനെ വൈജയന്തി എല്ലാ രഹസ്യങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അലീന തൻ്റെ സ്വന്തം മകളാണ്, താൻ പ്രസവിച്ച സ്വന്തം മകൾ തന്നെയാണ് എന്നുള്ള സത്യം വൈജയന്തി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഗത്യന്തരമില്ലാതെ ഗംഗേട്ടൻ അത് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഗംഗേട്ടനോട് സംശയം തോന്നിയിട്ട് വൈജ ചോദിക്കുന്നതാണ്. അതുവഴി വൈജയുടെ നിരന്തര ശല്യം കാരണം അത് തുറന്നു പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഗംഗേട്ടൻ പറഞ്ഞ ഓരോ വാക്കുകൾ കേൾക്കും തോറും തനിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വൈജ അലറി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഗംഗേട്ടനും മാലതിക്കും വൈജയെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. ഒരുപാട് വട്ടം വൈജയോട് സമാധാനിക്കുക വൈജയെ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കാം എന്നെല്ലാം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും വൈജ ഏങ്ങലടിച്ചിങ്ങനെ അലറി വിളിച്ച് കരയാണ് കേട്ടോ. അങ്ങനെ ആ നിമിഷം എന്തോ ആലോചിച്ചിരുന്ന ശേഷം വൈജയന്തി ഗംഗേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഗംഗേട്ടൻ്റെ ഷർട്ടിനെ കുത്തി പിടിച്ചുകൊണ്ട് വൈജ ചോദിക്കുകയാണ്, എനിക്ക് വേണം ഗംഗേട്ട എൻ്റെ മോളെ, എനിക്ക് ഗംഗേട്ടൻ അവളെ തന്നേ പറ്റൂ, ഒരിക്കൽ എന്നിൽ നിന്നും പറിച്ചെടുത്തതാണ്. ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാമെന്ന്, നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. എൻ്റെ ഈ അവസ്ഥയ്ക്ക് എല്ലാത്തിനും കാരണം എന്നേക്കാളേറെ നിങ്ങൾ തന്നെയാണ്. എനിക്ക് പറ്റിയ തെറ്റിന് എന്നെ ജീവിതാവസാനം വരെ നിങ്ങൾ ശിക്ഷിക്കുകയായിരുന്നില്ലേ നിങ്ങളുടെ തീരുമാനം അല്ലേ ഗംഗേട്ട എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. വൈജ പറഞ്ഞത് സത്യമാണെന്ന് ഗംഗേട്ടനും തോന്നിപ്പോവാണ്. കാരണം അന്നേ അവളെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ 3 ആങ്ങളമാരും അച്ഛനും ഉണ്ടായിരുന്നതാണ്. എന്നിട്ടും കുടുംബ പാരമ്പര്യം എന്നതിലുപരി അവരാരും സ്വന്തം പെങ്ങളെക്കുറിച്ചോ അവൾക്ക് ജനിച്ച കുഞ്ഞിനെക്കുറിച്ചോ ചിന്തിച്ചതേയില്ല. അതുകൊണ്ട് കൊടും ക്രൂരതയാണ് ആ കുഞ്ഞിനോടും അവളോടും എല്ലാവരും ചെയ്തു കൂട്ടിയത് എന്ന് മനസ്സിലാവുകയാണ്. അന്നത്തെ സാഹചര്യം വെച്ച് അങ്ങനെ ചെയ്യാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. വൈജയന്തി ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും മറുപടി പറയാൻ കഴിയാതെ ഗംഗാധരൻ മിണ്ടാതെ ആ ചെയറിൽ തന്നെ ഇരുന്ന് പോവുകയാണ്. വൈജയന്തി വീണ്ടും തുടർന്ന് പറയുന്നുണ്ട്, ഗംഗേട്ടൻ എന്നോട് പറഞ്ഞില്ല, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി എനിക്ക് നിങ്ങൾ തന്നേ പറ്റൂ എന്നിങ്ങനെ പറയണേ. അല്ലെങ്കിൽ മുന്നും പിന്നും നോക്കാതെ ഞാൻ തുനിഞ്ഞിറങ്ങും. എൻ്റെ ഭർത്താവിനെയോ ഞാൻ പ്രസവിച്ച 3 മക്കളെയോ നോക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അവളെ എനിക്ക് കിട്ടുന്നത് വരെ ഞാൻ പൊരുതും എന്ന് പറയാട്ടോ. വൈജിയുടെ വാശിയും അലർച്ചയും കേട്ട് ഗംഗേട്ടനെ പെട്ടെന്ന് എന്തോ ദേഷ്യം വന്ന പോലെ വരികയാണ്. ഗംഗേട്ടൻ ചോദിക്കുകയാണ്, വൈജയ് നീ പറയുന്നുണ്ടല്ലോ നിൻ്റെ മകളെ നിനക്ക് വേണമെന്ന്, അവളെ ഇനിയെങ്കിലും നിനക്ക് സ്നേഹിക്കണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വൈജയ് അവൾ നിന്നോടെല്ലാം പുറത്ത് മാപ്പ് തരുമെന്ന് നീ അതെന്താണ് ചിന്തിക്കാത്തത്? കഴിഞ്ഞ 23 വർഷമായിട്ട് ഏതോ ഒരു അമ്മയുടെ ചൂട് തട്ടി ആ അമ്മയിൽ വളർന്നവളാണ് അവൾ. എത്രയോ അപമാനങ്ങൾ അവൾ സഹിച്ചു. ഏതെല്ലാം വീട് കയറി ഇറങ്ങിയാണ് അവൾ ഇന്ന് ഇവിടെ എത്തിയത്. അവളിൽ ഒരു ദൈവത്വവും മഹത്വവും ഉള്ളത് കൊണ്ട് തന്നെയാടി അവൾ ഇപ്പോഴും ഒരു കളങ്കവും വരാതെ നീ പ്രസവിച്ച 3 മക്കളേക്കാൾ ഏറെ മഹത്വത്തോട് കൂടിയിട്ട് വളരുന്നത്. എന്തിൻ്റെ കുറവാണ് നീ നിൻ്റെ 3 മക്കൾക്ക് വരുത്തിയിട്ടുള്ളത്? എന്നാൽ ഏതെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടി അവിടെയും ഇവിടെയും അലഞ്ഞു നടന്നത്. എന്നിട്ടും അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കിട്ടിയിരുന്നതെല്ലാം വളരെ വലുതാണ്. നിന്നോട് അവൾ കെഞ്ചി അപേക്ഷിച്ചിട്ടില്ലേ വൈജയ്? നീ വയ്യാതെ കിടക്കുമ്പോൾ നിന്നെ അവളൊന്ന് നോക്കിക്കോട്ടെ എന്ന് നീ സമ്മതിച്ചോ? നിൻ്റെ സമ്മതമില്ലാതെ തന്നെ അവൾ എത്ര വട്ടം നിന്നെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ട് വൈജയ്? നീ എത്ര വട്ടം അവളെ മുഖത്ത് നോക്കി പിഴച്ച് തള്ളക്ക് ജനിച്ചവൾ എന്ന് പറഞ്ഞിട്ടുണ്ട്? നീ അന്നൊന്നും അറിഞ്ഞില്ല ഒരു കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് നിന്നാണ് നീ നിന്നെ തന്നെയാണ് വിളിക്കുന്നതെന്ന്. അറിഞ്ഞിരുന്നോ വൈജയ്? നീ അത് ഒരിക്കലും നിൻ്റെ മനസ്സുകൊണ്ട് ഒരു നോവ് നിനക്ക് തോന്നിയിരുന്നോ? നീ പ്രസവിച്ച മകളാണെന്ന് അറിയണ്ട, അവളും ഏതോ ഒരു അമ്മ പ്രസവിച്ച ഒരു കുഞ്ഞല്ലേ. എപ്പോഴെങ്കിലും നിനക്ക് നീ പ്രസവിച്ച് മരിച്ചുപോയ ആ കുഞ്ഞിൻ്റെ മുഖം നിൻ്റെ മനസ്സിൽ വന്നിരുന്നെങ്കിൽ ഒരിക്കലും നീ അലീനയോട് ഈ ക്രൂരതയൊന്നും കാണിക്കത്തില്ലായിരുന്നു. ഗംഗേട്ടൻ്റെ ദേഷ്യവും വർത്തമാനവും കേട്ട് ഗംഗേട്ടൻ്റെ ഭാര്യ മതി ഗംഗേട്ട ഒന്ന് നിർത്ത് എന്നിങ്ങനെ പറയുകയാണേ. അവൾ ആകെ തകർന്ന് നിൽക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. തകർച്ച എല്ലാവർക്കും ഉണ്ട്, അതെല്ലാവരും മനസ്സിലാക്കണം. അവൾ മാത്രം ഇങ്ങനെ കിടന്ന് അലറിയത് കൊണ്ട് എന്താണ് ഉപകാരം? അവൾ ഇന്ന് മറ്റൊരുത്തൻ്റെ ഭാര്യയും അയാളുടെ 3 കുഞ്ഞുങ്ങളുടെ അമ്മയുമാണ്. മുന്നും പിന്നും ചിന്തിക്കാതെ എനിക്ക് എൻ്റെ മകളെ വേണം എന്ന് മാത്രം അലറി വിളിച്ചത് കൊണ്ട് എന്താണ് കാര്യം? ഇപ്പോൾ എന്ത് കണ്ടിട്ടും കേട്ടിട്ടും അടങ്ങി നിൽക്കുന്ന ബാലചന്ദ്രൻ ഇവൾ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുമെന്നാണോ വിചാരിക്കുന്നത്? എങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. വൈജ അറിയുന്നതുവരെ മാത്രമാണ് ബാലചന്ദ്രൻ്റെ മൗനം. അത് കഴിഞ്ഞാലായിരിക്കും അയാളുടെ പൊട്ടിത്തെറി. അയാൾ ഇന്ന് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഉത്തമനായൊരു ഭർത്താവാണ്. അല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? അയാളെ പറഞ്ഞു പറ്റിച്ച് ഒരു വിവാഹം കഴിപ്പിച്ചു എല്ലാവരും കൂടിയിട്ട്. അതും അയാളുടെ പണവും സ്വത്തും പോരാ എന്നും പറഞ്ഞ് ഒരിക്കൽ ആട്ടിവിട്ട അതേ വീട്ടിൽ
നിന്ന് തന്നെ അയാൾക്ക് പെണ്ണ് കൊടുത്തു. ഇതെല്ലാം അയാൾ എന്നോട് ചോദിച്ചതാണ്. അയാളെ അറിഞ്ഞുകൊണ്ട് ചതിച്ചതല്ലേ എന്ന് നീയും കേട്ടതല്ലേ. മാലതിയോട് അങ്ങനെ ചോദിക്കുകയാണ് ഗംഗേട്ടൻ. മാലതിയാണെങ്കിൽ വൈജയുടെ നേരെ നിന്നിട്ട് പറയാണ്, വൈജയ് നീ ഇങ്ങനെ കിടന്ന് ഒന്നും ഒരു മുന്നും പിന്നും ചിന്തിക്കാതെ ഇങ്ങനെ എൻ്റെ മകളെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. ഇപ്പോൾ നിനക്ക് ചെയ്യാൻ കഴിയുന്നത് നീ അവളുടെ അമ്മയാണെന്ന് അറിഞ്ഞിട്ട് അവളെ പോയി ഒന്ന് കാണുക മാത്രമാണ്. ഏട്ടത്തി, ഞാൻ എന്തൊരു മഹാപാപിയാണ്. ഇത്രയും കാലം ഞാൻ എൻ്റെ മകളെ എൻ്റെ കൺമുന്നിൽ ഉണ്ടായിട്ട് പോലും ഞാൻ അവളെ അറിഞ്ഞില്ല, ഞാൻ അവളെ നോക്കിയില്ല. ശരിയാണ് ഗംഗേട്ടൻ പറഞ്ഞത്. ഒരിക്കലെങ്കിലും ഞാൻ മരിച്ചുപോയ ആ കുഞ്ഞിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു എങ്കിൽ അലീനയോട് ഇതൊന്നും ചെയ്യത്തില്ലായിരുന്നു. അറിഞ്ഞില്ല ഏട്ടത്തി, എൻ്റെ കുടുംബം നശിപ്പിക്കാൻ വന്ന ഏതോ ഒരുത്തി എന്ന് മാത്രമാണ് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു കൂട്ടിയത്. അല്ലെങ്കിലും കഴിഞ്ഞുപോയ ഒരു കാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൂടി വേണമെങ്കിൽ പറയാമല്ലോ. ബാലചന്ദ്രന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവളുടെ അച്ഛൻ എന്ന് പറയുന്ന ആളെ വിളിച്ച് എൻ്റെ മകളെ കൊടുത്തുവിട്ടത്? അലീന ഇവിടെ വന്ന നാൾ മുതൽ ബാലചന്ദ്രന് ഏറെ പ്രിയപ്പെട്ടവളായിരുന്നല്ലോ അലീന. പിന്നെ എന്തുകൊണ്ടാണ് ഒരു ദിവസം അവളെ ഇവിടെ നിന്ന് പടിയിറക്കി വിട്ടു? വൈജയ്, നീ അത് നിന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ബാലചന്ദ്രൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന്. ശരിയാണ്, നിന്നോട് ഒരാളോട് മാത്രം തീർക്കാനുള്ള പകയാണ് അയാൾ ആ പാവം പെൺകുട്ടിയോട് കാണിച്ചത്. അതിൽ അയാളും ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ രാത്രികളിൽ അവൾ ഇവിടെ ഇല്ലാത്ത വീട് ഈ വിളക്ക് വെക്കാത്ത വീട് പോലെയാണെന്നാണ് അയാൾ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബാലചന്ദ്രൻ എന്ന വ്യക്തി ഇപ്പോൾ എന്തിനേക്കാളും ഏറെ അലീന എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് വില കൽപ്പിക്കുന്നുണ്ട്. അത് നീ മനസ്സിലാക്കുന്നുണ്ടോ വൈജയ്? ഏത് ഭർത്താവാടി തൻ്റെ ഭാര്യയ്ക്ക് ആദ്യത്തെ കാമുകനിൽ ജനിച്ച കുഞ്ഞിനെ ഇതുപോലെ സംരക്ഷിക്കുന്നത്? നീ എവിടെയെങ്കിലും കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടോ അങ്ങനെ ഒരു ആളെക്കുറിച്ച്? നീയൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയ ആ മനുഷ്യനോട്. എന്നിട്ടും അവൾ ചോദിക്കുന്നു അയാൾ എന്തിനു വേണ്ടി ഇവിടെ നിന്ന് അലീനയെ പറഞ്ഞു വിട്ടു എന്ന്. നിന്നെപ്പോലെ ഒരു നീച സ്ത്രീ ഉള്ളിടത്ത് എങ്ങനെയാണ് അലീനയെ വിശ്വസിച്ച് അയാൾ ഇവിടെ നിർത്തുന്നത്? പിന്നെ നീ തന്നെയല്ലേ പറഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരണമെങ്കിൽ അലീനയെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചേ പറ്റുകയുള്ളൂ എന്ന്. അതിനിടയ്ക്ക് ഈ വീട്ടിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായത് നിങ്ങളുടെ മക്കൾക്ക്? അതൊക്കെ സോൾവ് ചെയ്തതിന് ശേഷമല്ലേ അലീനയെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചത്? എന്തോ ദൈവഭാഗ്യം കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും മാത്രമല്ലേ ഇന്നും അലീന ജീവിച്ചിരിക്കുന്നത്. നീ നിൻ്റെ മോളും കാട്ടിക്കൂട്ടിയതിനെല്ലാം അനുഭവിച്ചത് ആ പാവമല്ലേ? ഗംഗേട്ടൻ പഴയ കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്ന് ഓർത്തെടുത്ത് പറയാട്ടോ. അങ്ങനെ ഗംഗേട്ടനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതായി പോവുകയാണ്. ആ സമയത്ത് മാലതി ഇടയ്ക്ക് വന്ന് പറയുന്നുണ്ട്, മതി ഗംഗേട്ടൻ നിർത്ത്. ഇവരുടെ സംസാരത്തിനിടയിലാണ് പുറത്ത് ഗേറ്റിനരികിലേക്ക് ബാലചന്ദ്രൻ്റെ കാറ് വരുന്നത് കേട്ടോ. ജനലിലൂടെ ഗംഗേട്ടൻ കാണുന്നുണ്ട്. ഗംഗേട്ടന് വല്ലാത്ത വിഷമം തോന്നുകയാണ്. ഗംഗേട്ടൻ ചോദിച്ചു, ഞാൻ ഇനി ബാലചന്ദ്രനോട് എന്ത് പറയും? നീ അറിഞ്ഞു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ബാലചന്ദ്രൻ ഇതിന് പ്രതികരിക്കുന്നത് എന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ പറയാൻ ഗംഗേട്ട ബാലചന്ദ്രനോട്, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണമെന്ന്. ആ കാൽക്കൽ വീണ് ഞാൻ മാപ്പ് അപേക്ഷിക്കാം. ചെയ്തു പോയ എല്ലാ അപരാധങ്ങൾക്കും ബാലചന്ദ്രൻ എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോട്ടെ ഗംഗേട്ട. എല്ലാം ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അവളെ അലീനെ എനിക്ക് വേണം. എനിക്കറിയില്ല വൈദ്യുതി, ഞാൻ ഇതിനെ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന്. ഞാൻ ബാലചന്ദ്രനോട് പോലും എന്ത് പറയണമെന്ന് ആലോചിച്ചിട്ടും എനിക്കൊരു എത്തും പിടിയും കിട്ടാതെയാണ് ഈ ഇരിക്കുന്നത്. എന്താണ് ഞാൻ അയാളോട് പറയേണ്ടത്? നിന്നോട് ഞാൻ പറഞ്ഞെന്നോ? നീ എന്താണ് പറയാൻ പോകുന്നത്? അലീന തൻ്റെ മകളാണെന്നോ? ഞാനത് സമ്മതിച്ചു തരാമെന്നോ? നീ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. എല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന മനുഷ്യനാണത്. ബാലചന്ദ്രൻ അകത്തു വന്ന് വീട്ടിൽ ആ പുതിയ സെർവൻറ്റിനോട് സംസാരിക്കുന്നത് കേട്ടതോടെ ഗംഗേട്ടനും വൈജയും അങ്ങനെ മാലതിയൊക്കെ സംസാരിക്കുന്നത് നിർത്തുക കേട്ടോ. അവർ പുറത്തേക്ക് വരുന്നുണ്ട്. ഗംഗേട്ടനാണ് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. ബാലചന്ദ്രനോടായിട്ട് ഗംഗേട്ടൻ ചോദിക്കുകയാണ്, എന്തേ ബാലേന്ദ്ര പെട്ടെന്ന് ഇങ്ങനെ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അതിപ്പോൾ ഞാൻ അവിടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗംഗേട്ട. ഞാനിപ്പോൾ അങ്ങനെ ഒരു സ്ഥിരമായി അവിടെ ഇരിക്കാറുമില്ല. ഗോവർദ്ധൻ എല്ലാം നോക്കിക്കോളും. പിന്നെ എൻ്റെ മനസ്സിലും വേറെ കുറേ തീരുമാനങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ അലീനയുടെ ഓരോ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊക്കെ മാറ്റിവെച്ചത്. ഗംഗേട്ടൻ ഒന്നും മനസ്സിലാവാത്ത പോലെ ചോദിക്കണം. അതെന്താ ബാലചന്ദ്രൻ അങ്ങനെ ഒരു തീരുമാനം? മനസ്സിലായില്ല. അത് ഞാൻ ഗംഗേട്ടനോട് വിശദമായിട്ട് പിന്നീട് പറയാം. അത് ഞാൻ നിർത്തലാക്കിയതൊന്നുമല്ല കേട്ടോ. അതിനർത്ഥം അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും, പക്ഷേ കുറച്ചുകൂടി താമസവും ഉണ്ടാകും എന്ന് മാത്രം. അതല്ലടോ, അതെന്താ അത് അങ്ങനെ ഒരു തീരുമാനം? വീണ്ടും താൻ ഒരു സംശയമുള്ളതുപോലെ. അത് വേറൊന്നുമില്ല, സ്വർണ്ണക്കട നമ്മുടെ അലീനയുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് അവളോട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറയാനാണ്. അവൾക്ക് സപ്പോർട്ടായിട്ട് ഗോവർദ്ധനുണ്ടാവുമല്ലോ. പിന്നെ അവളുടെ കല്യാണം നടത്തണം. അവളെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നിലും ഒരു കുറവും വരാൻ പാടില്ലല്ലോ. ഒരു സ്വർണ്ണക്കടക്കാരി തന്നെയായിട്ട് തന്നെ അവളെ നമുക്കങ്ങ് കെട്ടിച്ചയക്കാമല്ലോ ഗംഗേട്ട എന്ന് പറയണേ.
ബാലചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് ഗംഗാധരൻ പോലും അതിശയം തോന്നുകയാണ്. തൻ്റെ കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്വർണ്ണക്കട പോലും എഴുതി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ബാലചന്ദ്രനെ കണ്ട് വല്ലാത്തൊരു വിഷമവും തോന്നുകയാണ്. ഈ മനുഷ്യനെ ആണല്ലോ എല്ലാവരും കൂടി ചതിച്ചതെന്ന് ഇങ്ങനെ ഓർത്തു പോവുകയാണ്. അകത്തെ റൂമിൽ നിന്ന് ഇത് കേട്ട വൈജയന്തി മുഖം പൊത്തിപ്പിടിച്ച് ഇങ്ങനെ പുറത്തേക്ക് ശബ്ദം വരാതെ കരയാണ്. വൈജയന്തിയെ തോളിൽ തട്ടിക്കൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ഏട്ടത്തി. അങ്ങനെ നീ ഇങ്ങനെ കരയില്ലേ വൈജയെന്ന് മാലതി ഇങ്ങനെ പറയണേ. നീ ഇത് എപ്പോൾ തുടങ്ങിയതാണ് നിൻ്റെ ഈ കരച്ചിൽ? ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ നിനക്ക്? ഇങ്ങനെ കരഞ്ഞ് എന്തെങ്കിലും അസുഖമൊക്കെ വരുത്തി വെക്കും. ഈ കരയുന്നത് കൊണ്ട് എന്താണൊരു പ്രയോജനം? ഏട്ടത്തി കേൾക്കുന്നില്ല ഇതെല്ലാം? ഞാൻ പ്രസവിച്ച എൻ്റെ മകളെ ഞാൻ ഒരു മുട്ടുസൂചി കൊണ്ട് പോലും ഞാൻ അവൾക്കൊരു ഉപകാരം ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ടാണ് ഇപ്പോൾ ഈ അച്ഛനെയും മകളെയും കുറിച്ചാണ് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്. ഈശ്വര, ഞാൻ ഇതിനൊക്കെ എവിടെ പോയിട്ടാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്? വൈജയ്, ഇതൊക്കെ ദൈവം നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ വേണം വൈജയ്. ഇനിയും എന്തൊക്കെ തരണം ചെയ്യാൻ നീ കിടക്കുന്നു? നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ മാത്രമാണ് ഇതറിയാൻ വൈകിപ്പോയത്. നിൻ്റെ 3 മക്കൾക്കും അലീന ആരാണ് എന്നുള്ള കാര്യമൊക്കെ അറിയാം. കാരണം അവർക്ക് ഇപ്പോൾ അലീന സ്വന്തം ചേച്ചി തന്നെയാണ്. രോഹിത്ത് എല്ലാ കാര്യങ്ങളും അലീനയോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. ബബിതയും കൃഷ്ണമോൾ പിന്നെ ആദ്യമേ അങ്ങനെ തന്നെയാണ്. ആ സമയത്തും വൈജയ് പറയുന്നുണ്ട്, എനിക്ക് അലീനയെ ഒന്ന് കാണണം, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മോളെ കാണണം, അതിനെങ്കിലും എനിക്കൊന്ന് അനുവാദം തരൂ, എന്നെ ഒന്ന് കൊണ്ടുപോയിട്ടെത്തിയേ അവളുടെ അടുത്തേക്ക്. അവളെ ആ സ്റ്റാലിയുടെ വീട്ടിലേക്ക് വേണമെന്നില്ല, എവിടെയെങ്കിലും എനിക്കൊന്ന് അവളെ കണ്ടാൽ മതി. എനിക്ക് അവളെ ഒന്ന് മോളെ എന്ന് വിളിക്കാനാണ് ഏട്ടത്തി. എൻ്റെ മോളെ എനിക്ക് ഒന്ന് മാപ്പ് തരണേ എന്ന് അപേക്ഷിക്കാനാണ്. ഒരമ്മയാണ് ഞാൻ എന്ന് അവൾ എന്നോട് പലവട്ടം ചോദിച്ചിട്ടുണ്ട്, അമ്മയെന്നൊന്ന് വിളിച്ചോട്ടെ എന്ന്. അതിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെയാണ് ഞാൻ അവളോട് പെരുമാറിയത്. അവൾ എന്താണ് ചോദിക്കുന്നത് എന്ന് പോലും ഞാൻ കേട്ടില്ല. അടുത്തത് ഇതുവരെ മറുവശത്ത് ഗംഗാധരൻ ബാലചന്ദ്രനോട് ഇതെല്ലാം തുറന്നെങ്ങനെ സംസാരിക്കണമെന്നറിയാതെ കുഴഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഗംഗേട്ടൻ്റെ മുഖത്ത് നിന്നും ബാലചന്ദ്രന് തന്നോട് ഗംഗേട്ടൻ എന്തോ പറയാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ബാലചന്ദ്രൻ. ഗംഗേട്ടന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് വല്ലാത്തൊരു മനോവിഷമത്തിൽ എന്തിനാ ഗംഗേട്ട ഇനിയും ഈ മുഖവുര? എല്ലാ കാര്യങ്ങളും ഏകദേശം നമ്മൾ തീർപ്പാക്കിയതല്ലേ? നിങ്ങൾ എന്നോട് പറയാത്തതും മറച്ചു വെച്ചതുമായ കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിച്ച് നിങ്ങളോട് വന്ന് അന്വേഷിച്ചതല്ലേ? എന്നിട്ടും വേണോ ഈ ഒളിച്ചുകളി? എന്തായാലും ഗംഗേട്ടൻ ചോദിച്ചോ. അല്ല ബാലചന്ദ്ര, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താണ് ബാലചന്ദ്രൻ ഉദ്ദേശിക്കുന്നത് ഈ പോക്ക് പോകുന്ന കളിയിൽ? മനസ്സിലായില്ല എന്ന മട്ടിൽ ബാലചന്ദ്രൻ ഒന്നും മനസ്സിലാവാത്ത പോലെ ഗംഗേട്ടനോട് ചോദിക്കുകയാണ്. ഗംഗേട്ടൻ ചോദിക്കുകയാണ്, അല്ല, നീ അലീനെ ഇവിടെ നിന്ന് സ്റ്റാൻലിക്കൊപ്പം പറഞ്ഞു വിട്ടു? അതെ, നീ തന്നെ തിരിച്ചു പറയുന്നുണ്ട് 4 ദിവസത്തിന് ശേഷം അവൾ തിരിച്ചു വരുമെന്ന്. അതാണ് ഞാൻ ചോദിച്ചത്. ഇതുകൊണ്ടൊക്കെ നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കും കൂടിയെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നീ മനസ്സിലാക്കണം എന്ന് പറയണം. അതൊക്കെ ഞാൻ പറഞ്ഞു തന്നെ അറിയണമെന്നുണ്ടോ ഗംഗേട്ട? അതൊക്കെ നിങ്ങൾ കണ്ടറിയുന്നതല്ലേ നല്ലത്. ബാലചന്ദ്ര, നീ എന്നോടെങ്കിലും ഒന്ന് പറ, നീ എന്താണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നതെന്ന്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ? ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം വൈജയ് നിന്നോട് പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതോ നീ എങ്ങനെയായിരിക്കും അവളോട് പെരുമാറുക? ഈ ഗംഗേട്ടന് ഇതെന്താ പറ്റി? ഒരന്തവും ഒരു അറ്റവും തുമ്പും ഒന്നുമില്ലാതെ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത്? എന്താ ഗംഗേട്ട? എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞു. അല്ല ബാലചന്ദ്ര, ഞങ്ങളോട് വൈജയന്തി ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നും സ്റ്റാൻലി വന്നു പോയത് എന്തിനാണെന്നൊക്കെ ചോദിച്ചു. സ്റ്റാൻലി എന്തിനാണ് അലീനയെ കൊണ്ടുപോയത് എന്നൊക്കെയാണ് അവൾ ഈ ചോദിക്കുന്നത്. എനിക്കൊന്നും പറയാൻ കഴിയാതെ നിൽക്കുകയാണ്. മനു എന്നെ ഇവിടെ കുടുക്കിയിടുക തന്നെ ചെയ്തിട്ടാണ് അവൻ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത്. ഇപ്പോൾ ഇതിനെല്ലാത്തിനും മറുപടി പറയേണ്ട ഉത്തരവാദിത്തം എനിക്ക് മാത്രമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഞാൻ എന്തുത്തരമാണ് വൈജയ്ക്ക് കൊടുക്കേണ്ടതെന്ന്. നീയും കൂടി അതിനൊരു മറുപടി എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ അതേപോലെ നിൽക്കാം. അല്ലാതെ നമ്മൾ ഇനിയും ഈ ഒളിച്ചുകളി മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്ത് കാര്യമുണ്ട് ബാലചന്ദ്ര എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ വൈജയോട് പറയട്ടെ എല്ലാ സത്യങ്ങളും നീയും കൂടി അറിഞ്ഞു എന്ന് അവൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ട് എന്താണ് കാര്യം? ഇതെല്ലാം റൂമിൽ നിന്ന് കേൾക്കുന്ന വൈജയന്തി ആ റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരികയാണ്. വൈജയന്തി വന്ന് നിൽക്കുന്നത് കണ്ട് ബാലചന്ദ്രനും ഗംഗാധരനൊക്കെ അവളെ നോക്കുന്നുണ്ട്. വൈജയന്തി ഓടി വന്ന് കൈയോടെ ബാലചന്ദ്രൻ്റെ മുന്നിൽ കാല് പിടിച്ചിങ്ങനെ നിൽക്കണം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവർ പരസ്പരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കുന്നത്. ബാലചന്ദ്രൻ ഇത്രയും നാൾ കണ്ടതിൽ വെച്ച് ഒരു വല്ലാത്തൊരു ഭാവമാറ്റം വൈജയന്തിയിൽ കാണുകയാണ്. ബാലചന്ദ്രൻ മുമ്പൊരിക്കലും മക്കളോട് പറഞ്ഞിട്ടുണ്ട് ബാലചന്ദ്രൻ്റെ ഒരു ആരാധനയായിരുന്നു എന്ന്. അത് ഈ വൈജയന്തിയോടല്ല, പഴയ വൈജയന്തിയോടെന്ന്. എല്ലാവരോടും കരുണയോടുകൂടി സംസാരിക്കുന്ന, എപ്പോഴും ചിരിച്ച മുഖമുള്ളൊരു വൈജയന്തിയുടെ
നല്ല കാലത്തെക്കുറിച്ച് ബാലചന്ദ്രൻ ഒരിക്കൽ കൃഷ്ണമോളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വൈജയന്തിയെ ആ കണ്ണുകളിൽ ബാലചന്ദ്രൻ ഈ നിമിഷം കാണാണ്. പരസ്പരം ഒന്നും സംസാരിക്കാതെ തന്നെ അവർ പരസ്പരം കണ്ണുകളിലൂടെ എന്തോ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ബാലചന്ദ്രൻ ഒരു നിമിഷം വൈജയുടെ നേരെ നിന്ന് കണ്ണുകൾ തിരിച്ച് സ്റ്റെപ്പിലേക്ക് കയറാൻ നിന്ന ഭാവത്തിൽ തിരിഞ്ഞതും വൈജയന്തി ബാലചന്ദ്രൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. എന്നിട്ട് വൈജയന്തി ചോദിക്കുകയാണ്, എന്നോടൊന്നും ചോദിക്കാനില്ലേ ബാലേട്ടന് എന്ന് ചോദിക്കാം കേട്ടോ. ബാലചന്ദ്രൻ ആ നിമിഷം ഒന്ന് ഞെട്ടിപ്പോവാണ്. ആ വിളി പോലും ബാലചന്ദ്രനിൽ നിന്ന് അന്യം പോയിട്ട് ഒരുപാട് നാളായിരിക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ വിളി കേട്ടപ്പോൾ ബാലചന്ദ്രൻ ഒരു വല്ലാത്ത പോലെ തോന്നുകയാണ്. ബാലചന്ദ്രൻ്റെ മനസ്സിൽ പെട്ടെന്ന് എന്തോ ഒരു തണുത്ത കാറ്റ് വീശിയതുപോലെ തോന്നുകയാണ്. എങ്കിലും മുഖത്ത് ആ ഗൗരവഭാവം വിടാതെ ബാലചന്ദ്രൻ നിൽക്കുകയാണ്. ബാലചന്ദ്രൻ്റെ മുമ്പിൽ വീണ്ടും ആ കൈകൾ കൂപ്പിക്കൊണ്ട് വൈജയന്തി പറയണം, എൻ്റെ മകളെ എനിക്ക് തിരിച്ചു തരുമോ ബാലേട്ട? ആ ചോദ്യം കേട്ടതും ബാലചന്ദ്രൻ എന്തെന്നില്ലാത്തൊരു അതിശയത്തോടെ വൈജയെ നോക്കുകയാണ്. വൈജയ്ക്ക് തിരിച്ചെന്തായിരിക്കും ബാലചന്ദ്രൻ പറയുക എന്നതായിരുന്നു ചിന്ത. ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ വൈജയ് ഇങ്ങനെ പക പോകുന്ന പോലെ ചോദിക്കുകയാണ്, എന്താണ് വൈജയന്തി നീ പറഞ്ഞത്? നിനക്ക് ആരെ തരുമോ എന്നാണ്? എൻ്റെ 3 മക്കളെ ഞാൻ നിനക്ക് തന്നില്ലേ, പിന്നെ നീ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ വൈജയന്തി ബാലചന്ദ്രൻ്റെ കാൽക്കൽ വീണാണ്. ബാലചന്ദ്രനോട് കേണ അപേക്ഷിക്കുന്നത് പോലെ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറയണം, എന്നോട് പൊറുക്കണം ബാലേട്ട, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞതാണ് എനിക്ക് കഴിയില്ലെന്നും ഒരാളെയും ഇനിയും എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ലെന്നും ഒരാളെയും എനിക്ക് ചിന്തിക്കേണ്ടെന്നും, പക്ഷേ എല്ലാവരും കൂടി ഓരോന്ന് പറഞ്ഞ് എന്നെ ചതിച്ചതാണ്. ബാലചന്ദ്രൻ എന്ന വ്യക്തിയുടെ ഭാര്യ ആയതിനു ശേഷം ഞാൻ കളങ്കപ്പെട്ടിട്ടില്ല ബാലേട്ട, എന്നെ വിശ്വസിക്കണം. നിങ്ങളെയും നിങ്ങളുടെ 3 മക്കളെയും വിചാരിച്ച് മാത്രം ജീവിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. വീണ്ടും നിങ്ങളെല്ലാവരും കൂടിയാണ് എൻ്റെ മുന്നിലേക്ക് അവളെ കൊണ്ടുവന്നിട്ട് തന്നത്. ഇപ്പോൾ എനിക്ക് വയ്യ ബാലേട്ട, ഞാൻ അത്രയും ദ്രോഹം ആ കുട്ടിയോട് ചെയ്തു കൂട്ടി. ഇനിയുള്ള കാലമെങ്കിലും അവളെ ഒരമ്മയായിട്ട് ഞാൻ സ്നേഹിച്ചോട്ടെ ബാലേട്ട എന്നിങ്ങനെ ചോദിക്കണം. അതിനെന്നെ ഒന്ന് അനുവദിക്കണമെന്ന് പറയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഗംഗേട്ടനും മാലതിയേട്ടത്തിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഗംഗേട്ടന് തൻ്റെ അച്ഛനോടും അവനോടൊക്കെ ഭയങ്കര ദേഷ്യം തോന്നുകയാണ്. അവരൊക്കെ അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒരു പെങ്ങൾക്ക് തെറ്റ് പറ്റിയപ്പോൾ അതിനെ തിരുത്തി സംരക്ഷിക്കുന്നതിന് പകരം അങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ല. അതിലൊക്കെ ഭയങ്കര കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അവളൊരു ചുടുകാട്ടിലേക്ക് എന്ന പോലെ എറിഞ്ഞിട്ട് കൊടുത്തതൊക്കെ അയാളിങ്ങനെ ഓർക്കുകയാണ്. അതായത് ഇങ്ങനൊരു സിറ്റുവേഷൻ ഒക്കെ വരാൻ കാരണം അങ്ങനെ എന്താണെങ്കിലും എല്ലാം ഒക്കെ മാറി വരുമെന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എല്ലാത്തിനും ഇങ്ങനെ സങ്കടപ്പെടാനൊക്കെ കാരണം അച്ഛനും അമ്മാവനും ഒക്കെ ആണല്ലോ. അന്നത്തെ ആ ഒരു കുടുംബ പാരമ്പര്യമൊക്കെ ആലോചിച്ചിട്ടാണല്ലോ. അങ്ങനെ ബാലചന്ദ്രൻ്റെ കാൽക്കൽ കിടന്ന് കരയുന്ന വൈജയെ ഒന്ന് ആശ്വസിപ്പിക്കാനോ പിടിച്ചുയർത്താനോ പോലും ബാലചന്ദ്രൻ തയ്യാറാവുന്നില്ല. എന്തോ ആലോചിച്ച് നിന്ന ശേഷം ബാലചന്ദ്രൻ വൈജയന്തിയിൽ നിന്നും പതിയെ പിന്മാറി വൈജയന്തിയെ നോക്കി നിൽക്കുകയാണ്. വൈജ ബാലചന്ദ്രനെ അവിടെ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് തന്നെ നോക്കുന്നുണ്ട്. ബാലചന്ദ്രൻ വൈജയോട് ചോദിക്കുകയാണ്, നീ ആരെ വേണമെന്നാണ് വൈജ നീ പറയുന്നത്? എല്ലാം മനസ്സിലായിട്ടും ബാലചന്ദ്രൻ ആ ചോദ്യം ചോദിക്കുന്നത് വൈജയന്തിയുടെ നാവിൽ നിന്നും തന്നെ ആ സത്യം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുകയാണ്, വൈജയ് നിന്നോടാണ് ഞാൻ ചോദിച്ചത്, നിനക്ക് ആരെ വേണമെന്നാണ് നീ പറയുന്നത്? നീ ആരോടാണ് ഇത്രയും നേരം കാലം ക്രൂരത ചെയ്തു എന്ന് നീ പറയുന്നത്? നിനക്ക് ആരെ സ്നേഹിക്കണമെന്നാണ് വൈജ നീ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വൈജയ്ക്ക് എന്ത് തിരിച്ച് പറയണമെന്ന് അറിയാതെ ആവുകയാണ്. ബാലചന്ദ്രനോട് എങ്ങനെയാണ് താൻ അത് പറയേണ്ടത്? തൻ്റെ ഭർത്താവാണ് മുന്നിൽ നിൽക്കുന്നത്. താൻ പ്രണയിച്ച് നടന്ന സമയത്ത് തനിക്കുണ്ടായ കുഞ്ഞിനെ ഇപ്പോൾ ബാലചന്ദ്രൻ്റെ കൈകളിലാണ് ഉള്ളത്. ആ കുഞ്ഞിനെ വേണമെന്നാണ് ഒരു ഭാര്യ ഭർത്താവിനോട് പറയുന്നത്. ആ ഒരു അവസ്ഥയെ ഭാര്യ എങ്ങനെ തരണം ചെയ്യും എന്നിങ്ങനെ ചിന്തിച്ചു പോവാണ്. അങ്ങനെ ഒരു സ്വഭാവത്തിൽ നിന്ന് അല്ലാത്ത പോലെ വൈജയന്തി ഇങ്ങനെ എല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വൈജയന്തിയുടെ ചിന്തകളെ മറികടന്നുകൊണ്ട് ബാലചന്ദ്രൻ ഒന്നുകൂടി ഉച്ചത്തിൽ ചോദിക്കുന്നുണ്ട്, വൈജയ് നിന്നോടാണ് ഞാൻ ചോദിച്ചത്, നിനക്ക് എന്ത് തരാനാണ്? ആരെയാണ് ഞാൻ തിരിച്ചു തരേണ്ടത്? ബാലചന്ദ്രൻ്റെ ആ ഉച്ചത്തിലുള്ള സംസാരത്തിൽ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവാണ്. ഗംഗേട്ടന് അറിയാമായിരുന്നു ബാലചന്ദ്രൻ ഇനി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന്. താൻ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് ഗംഗാധരന് മനസ്സിലാവുകയാണ്. ഗംഗേട്ടൻ ഒരു നിമിഷം പേടിച്ച് നെഞ്ചിൽ കൈവച്ച് നിൽക്കുന്ന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വന്ന് നടക്കുമ്പോൾ കൈകൊണ്ട് ബാലചന്ദ്രൻ വേണ്ട എന്ന് തടഞ്ഞുകൊണ്ട് കാണിക്കുകയാണ്. വേണ്ട ഗംഗേട്ട, എനിക്ക് ഇനി തകരാൻ മാത്രം ഹൃദയം ഒന്നുമില്ല. എല്ലാം കേട്ട് കരിങ്കല്ലായിപ്പോയി കിടക്കുകയാണ് എൻ്റെ ഹൃദയം. ഒരിക്കൽ ഇവൾ തകർത്തു, മറ്റൊരിക്കൽ എൻ്റെ മകനും, ഇനി എൻ്റെ മകളും, പിന്നീട് ഇനി എൻ്റെ ഈ ഹൃദയത്തിന് മറ്റൊരു തകർച്ചയില്ല ഗംഗേട്ട. അത് അവസാനമായിരിക്കും ഞാൻ എന്ന മനുഷ്യൻ്റെ അധപ്പതനം. അങ്ങനെ ബാലചന്ദ്രൻ
സംസാരിക്കുകയാണ്. ആ സമയത്തും വൈജയ് ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്ത് പറയണമെന്നറിയാതെ. അപ്പോൾ വീണ്ടും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, വൈജയ് എന്താണ് നിനക്ക് ഞാൻ തിരിച്ചു തരേണ്ടത്, ആരെയാണ് എന്ന് നീ നിൻ്റെ നാവ് കൊണ്ട് തന്നെ പറ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്ത് മറുപടി പറയണം എന്നറിയാതെ ആകെ മിഴിച്ചിരിക്കുകയാണ് വൈജയന്തി. ബാലചന്ദ്രനോട് എങ്ങനെ പറയണം, അലീന എൻ്റെ മകളാണ്, എനിക്ക് വിവാഹത്തിന് മുൻപ് ഒരു ബന്ധമുണ്ടായിരുന്നതിൽ ഞാൻ പ്രസവിച്ച മകളാണ്, എനിക്ക് എൻ്റെ അലീനയെ വേണം, എനിക്കൊരു വട്ടമെങ്കിലും കാണണം എന്നൊക്കെ ഞാൻ എങ്ങനെ പറയുമെന്നോർത്ത് ആകെ കുഴപ്പത്തിലായിട്ടിരിക്കുകയാണ് വൈജയന്തി. വൈജയ് എന്ത് മറുപടി പറയുമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് ഗംഗേട്ടനും മാലതിയേട്ടത്തിയും ഒക്കെ നിൽക്കുന്നത്. ബാലചന്ദ്രൻ അവസാനം അവിടെ നിന്ന് പോവാനായിട്ട് തുടങ്ങുകയാണ്. നിനക്ക് ഉത്തരമില്ലേ വൈജയ്? ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോവട്ടെ, ഉത്തരം ഉണ്ടാകുമ്പോൾ നീ വിളിക്ക്, അന്നേരം ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് മുകളിലേക്ക് സ്റ്റെപ്പ് കയറിയിട്ട് പോവുകയാണ്. ആ സമയത്ത് അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു പോവുകയാണ് വൈജയന്തി. അങ്ങനെ എന്താണെങ്കിലും അവസാനം ബാലചന്ദ്രനോട് ചോദിക്കും. പക്ഷേ പിന്നീട് ഉണ്ടാവാൻ പോകുന്ന സംഭവങ്ങളൊക്കെ കുറച്ചുകൂടെ സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളാട്ടോ. ബാലചന്ദ്രൻ വൈജയ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് ബാലചന്ദ്രന് മനസ്സിലാവാണ്. അത് മാത്രമല്ല ബാലചന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വൈജയ്ക്കും അറിയുന്നുണ്ടല്ലോ. അതിനൊക്കെ ശേഷം സംഭവിക്കുന്നത് മറ്റൊരു രീതിയിലാണ് ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്താണെങ്കിലും ബാലചന്ദ്രനോട് വൈജയന്തി ചോദിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സ്റ്റോറി പിന്നീട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.